റോയ്, ഇനി ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ തന്നെയല്ലേ പ്രതീക്ഷ? ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നു, 3 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കമ്മീഷനുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോഴും കമ്മീഷനെ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ തീറ്റിപ്പോറ്റുന്നുണ്ട്. ED പിന്നെ അന്യായമായിട്ട് ഇടപെടുന്നു സംസ്ഥാന സർക്കാരിനെതിരെ എന്ന വിഷയത്തിൽ ഇപ്പോഴും ജസ്റ്റിസ് മോഹനൻ VK മോഹനൻ കമ്മീഷൻ ഇപ്പോഴും തുടരുകയാണ്. ഖജനാവിൽ നിന്നാണ് തീറ്റിപ്പോറ്റുന്നത് കമ്മീഷനുകളെ. അതിനപ്പുറത്തേക്ക് മുനമ്പം ജനതയുടെ വികാരം അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു കമ്മീഷനും സാധിക്കില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. നോക്കൂ, കഴിഞ്ഞ 41 ദിവസം നിങ്ങൾ ജോലിക്ക് പോകാതെയാണ് സമരം നടത്തുന്നത് അല്ലേ റോയ്? അപ്പോൾ ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? നാളെ 5 മണിക്ക് തീരുമാനമെടുക്കുന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സമരസമിതി കമ്മീഷനുമായിട്ട് സഹകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്താണ് നാട്ടുകാരുടെ പൊതുവിലുള്ളൊരു വികാരം എന്താണ്? താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ നിരാഹാരം തുടരും. പതിപോലെ രാവിലെ 8:50 നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകൾ സമരപന്തലിലെത്തും. 5 മണി വരെയാണ് എല്ലാ ദിവസവും നിരാഹാരം ഞങ്ങൾ തുടരുക. അതിനുശേഷം ഞങ്ങളുടെ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ ആളുകളുടെ ഈ സമരസമിതിയിലുള്ള എല്ലാവരുടെയും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പ്രകാരം ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് പോകും. സമരം നിർത്തുന്ന ഒരു പ്രശ്നമില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഭൂമി ഇന്ത്യയിലെ നിയമം അനുസരിച്ചല്ല എന്നാണോ സർക്കാർ പറയുന്നത്? അത് ഒന്നാമത്തെ കാര്യം. അതിനുവേണ്ടി ഇത് എവിടെയെങ്കിലും കേഴുള്ള സംഭവമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത്രയ്ക്ക് നിയമപരമായ വലിയ അറിവുകളില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ പേരിലായിരിക്കുള്ളൂ. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇന്ന് 5 മണിക്ക് സമരം, ഞാനടക്കമുള്ള ആളുകൾ സമരം അവസാനിപ്പിച്ചതാണ്. സ്ത്രീജനങ്ങളടക്കമുള്ള അമ്മമാരടക്കമുള്ളവർ ഇന്ന് സമരപന്തലിലുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞു, തീരുമാനം വരാൻ വൈകും, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. സർക്കാർ തീരുമാനം നമുക്ക് അനുകൂലമാകും, അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഇരിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അത്രയ്ക്ക് പ്രതീക്ഷയോടുകൂടി ഇരുന്ന ഒരു ജനതയുടെ മേലാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ നെഞ്ചത്ത് ആണി അടിച്ച് കയറ്റുക. ഞാൻ ആ വാക്ക് കുറച്ചും കൂടി മൃദുലമായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു കമ്പിപ്പാര കയറ്റിയതിന് തുല്യമായി പോയി. അത്രയ്ക്ക് വിഷമമുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുന്ന 4-5 തലമുറയായി. നവംബർ 14 ശിശുദിനം ആഘോഷിച്ചപ്പോൾ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ശിശുദിനം ആഘോഷിച്ചപ്പോൾ ഞങ്ങൾക്കൂടെ ഒരു ചെറിയ LKG UKG കുട്ടികൾ, ഡേ കെയർ പഠിക്കുന്ന കുട്ടികളുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ആ പള്ളിയുടെ സമീപ പ്രദേശത്തുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന അവിടെ നിന്ന് പ്ലക്കാർഡും എത്തിയ ആ കുഞ്ഞുങ്ങൾ ശിശുദിനത്തിൽ ഈ സമരപന്തലിൽ അന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അവരുടെ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കേരള സമൂഹം, ഇന്ത്യ മുഴുവനൊന്ന് മനസ്സിലാക്കുക. എൻ്റെ ചെറുപ്പത്തിലെ ഫാറൂഖ് എന്ന ഒരു പേര് കേട്ട് എൻ്റെ ഉറക്കം ഞെട്ടി ഞാൻ ഉണരുമായിരുന്നു. അന്ന് വരുന്ന പോലീസുമായിട്ട് വരുന്നത്, ഞങ്ങൾ വച്ചു പിടിപ്പിച്ച തെങ്ങുകൾ അത് കായ്ഫലം തരുമ്പോൾ അത് വെട്ടിയിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ക്രൂരന്മാരായ ആളുകൾ. അന്ന് ഫാറൂഖ് ആണെങ്കിൽ ഇന്ന് വഖഫ് വരുന്നു. എനിക്കിന്ന് 52 വയസ്സായി. അന്ന് തുടങ്ങിയ ദുരിതം ഇപ്പോഴും അവസാനിക്കുന്നില്ല. അവസാനിച്ചു എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതാണ്. ഞങ്ങളും ഈ ഇന്ത്യ രാജ്യത്തെ സാധാരണ പൗരന്മാരല്ലേ, ഞങ്ങൾക്ക് മറ്റ് യാതൊന്നും വേണ്ട. ഞങ്ങൾക്കിവിടെ ഒരു മതനിയമമായിട്ട് ഇത് ഞങ്ങളുടെ തലയിലേക്ക് എന്തിനാണ് ഇവർ അടിച്ചേൽപ്പിക്കുന്നത്? എല്ലാവരും പറയുന്നുണ്ടല്ലോ, പരമകാരുണികനായ ദൈവത്തിനാണ് ഈ വഖഫ് ചെയ്തു കൊടുക്കുന്നത്. എന്ത് കാരുണ്യമാണ് ഞങ്ങളോട് ഇവർ കാണിക്കുന്നത്? അത് തുറന്നു ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ആ വഖഫ് ആധാരം ഞാൻ വായിച്ചു നോക്കിയാണ്. പരമകാരുണ്യകനാണ് സമർപ്പിച്ചിരിക്കുന്നത്. വഖഫ് ആധാരത്തിന്റെ നിയമവശങ്ങൾ തർക്കം നടക്കുകയാണ്. ഇവിടെ ഇത് ഞങ്ങളോട് കാണിക്കുന്ന അനീതി ഈ രാജ്യത്തോടെ നിയമസംഹിതയോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. വഖഫ് ബോർഡ് ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് അവർ സ്ഥലം അക്യൂർ ചെയ്തിട്ട് അത് നടപ്പാക്കാൻ വിടുന്ന ആളുകളുടെ ഒരവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വഖഫ് ബോർഡ് എല്ലാം ചെയ്യും, എൻ്റെയാണെന്ന് പറയും, എന്നിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി കളക്ടർ അടക്കമുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തും. എന്ത് ക്രൂരമായൊരു നിയമമാണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ എന്ത് കണ്ടിട്ടാണ് ഓരോ നിയമം ഉണ്ടാക്കുന്നതെന്ന് വളരെ വിഷമത്തോടെ എനിക്ക് ചോദിക്കേണ്ടി വരുന്നു.
എന്തിനാണ് ഇങ്ങനെയുള്ള നിയമങ്ങള്? നമ്മള് മുൻപോട്ടല്ല നടക്കേണ്ടത്, അതോ നമ്മള് പുറകിലേക്ക് നടക്കണമോ? അതാണ് എന്റെ ചോദ്യം.